രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിച്ചത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ഇപ്പോൾ ആഗോള ഇന്ധന മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇതിപ്പോൾ മൂന്നാം തവണയാണ് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമായി വർദ്ധിച്ചിരിക്കുന്നത്. മൂന്നാം തവണയാണ് ഇത്തരത്തിലൊരു വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ധനവിലയിൽ ഇത്തരത്തിലൊരു വില വർധനവ് ഉണ്ടായാൽ എന്തായിരിക്കും ഭാവിയിലെ ഇന്ധന പ്രതിസന്ധി? വിവരങ്ങൾ എങ്ങനെയാണ്? അടിമ 10 ദിവസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് രാജ്യത്ത് ഇന്ധന വിലയിൽ വർധനവ് ഉണ്ടാകുന്നത്. ആദ്യ വർധനവ് മെയ് 15-നും രണ്ടാമത്തത് മെയ് 19-നും ആയിരുന്നു. ഇന്ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിച്ചത്. ഇതോടുകൂടി തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപയും 60 പൈസയും ഡീസലിന് 101 രൂപയും കടന്നു. കൊച്ചിയിലാകട്ടെ പെട്രോളിന് 110 രൂപയും 60 പൈസയുമാണ് കൂടിയിട്ടുള്ളത്. കൊച്ചിയിൽ 99.54 രൂപയാണ് ഡീസലിന് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഈ 10 ദിവസത്തിനിടെ മൂന്നാം തവണയാണ് ഇത്തരത്തിൽ രാജ്യത്ത് വിലവർധന ഉണ്ടാകുന്നത് എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. ആദ്യ വിലവർധനവ് മെയ് 15-നും രണ്ടാമത്തത് മെയ് 19-നും ആയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജ്യത്ത് ഇത്തരത്തിൽ വില വർധനവ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ക്രമേണയാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം 8 രൂപ വരെ ക്രമേണ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. ഈ പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നതാണ് ഇന്ത്യയെ ബാധിക്കുന്നത് എന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാനിലെ സംഘർഷം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ ബാധിച്ചതാണ് ഇത്തരത്തിൽ തുടർച്ചയായ 10ാം ദിവസം ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത്. അതേസമയം തന്നെ രാജ്യത്തെ ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ കാണുന്നു എന്നതാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ധനവില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗതാഗത ചെലവ് കൂടുന്നതിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുമെന്നും ഇപ്പോൾ വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ടാക്സി, ബസ് സർവീസുകളെയും സാധാരണ വാഹന ഉടമകളെയും ഇത് നേരിട്ട് ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ കാണുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇനിയും ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഇന്ധന വില വർധനവ് സാരമായി തന്നെ ബാധിക്കും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മെയ് 15-ന് ആദ്യ വിലവർധനവും മെയ് 19-ന് പിന്നീട് ഒരു വിലവർധനവും ഉണ്ടായി. അതിനുശേഷമാണ് ഇന്ന് രാജ്യത്തെ പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമായി വർദ്ധിച്ചത്. ഇതോടുകൂടി തിരുവനന്തപുരത്ത് 112 രൂപ കടക്കുകയും കൊച്ചിയിൽ പെട്രോളിനും 110 രൂപയെ കടന്നതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മെയ് 19-ന് പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമായിരുന്നു വർദ്ധിച്ചത്. മെയ് 15-ന് ലിറ്ററിൽ ആദ്യ വർധനവ് അത് മെയ് 15-നായിരുന്നു. ഡീസലിന് അന്ന് 3 രൂപ വീതമായിരുന്നു ഡീസലിനും പെട്രോളിനും അന്ന് വർദ്ധിച്ചത്. എന്തായാലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇനിയും ഉയരുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഇന്ധന വിലയിൽ അത് വലിയ രീതിയിൽ തന്നെ വർധനം ഉണ്ടാകും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും 8 രൂപ വരെ ക്രമേണയുള്ള വർധനവ് തുടരുമെന്നാണ് ഇന്ധന കമ്പനികൾ എല്ലാം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടുകൂടി വിദഗ്ധർ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്രമേണയുള്ള വർധനവ് അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഗാർഹിക ഉപയോഗ സിലിണ്ടറായിട്ടുള്ള LPG അടക്കം ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വിദഗ്ധർ നൽകുന്നുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിൽ പെട്രോളിനും ഡീസലിനും ഒക്കെ ഇത്രയധികം വിലവർധന ഉണ്ടായിട്ടുള്ളത്. മെയ് 15-നും മെയ് 19-നും സമാന രീതിയിൽ തന്നെ പെട്രോളിനും ഡീസലിനും ഒക്കെ വിലവർധന ഉണ്ടായിരുന്നു. 3 രൂപയോളം പെട്രോളിനൊക്കെ വിലവർധന ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വീണ്ടും പെട്രോളിനും ഡീസലിനും വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. 87 പൈസയാണ് പെട്രോളിന് കൂടിയത്, ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഇന്ധന മേഖല വലിയൊരു
പ്രതിസന്ധി നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഗതാഗത മേഖലയിലും വലിയ പ്രതിസന്ധിയായിരിക്കും ഈ ഒരു ഇന്ധനവില വർധനവ് സൃഷ്ടിക്കുക. അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും സാരമായി തന്നെ ബാധിക്കും. ജനങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നും വലിയൊരു ജാഗ്രതാ മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു ഇന്ധന വില വർധനവിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർധനവ് ഉണ്ടാവാനാണ് സാധ്യത എന്ന് തന്നെയാണ് അധികൃതരുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.